നമസ്കാരം. തീരുവ യുദ്ധത്തിൽ ചൈനയെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നതാണ്. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ തീരുവ ഭീഷണി മുഴക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ചൈന രംഗത്ത് വന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചൈനീസ് ഇറക്കുമതിക്ക് 34% നികുതി ഏർപ്പെടുത്തിയതിനു പുറമെ ട്രംപ് ചൈനയ്ക്ക് മേൽ 50% അധിക തീരുവ ചുമത്തുമെന്ന് ഇന്നലെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. തീരുവയുടെ പേരുള്ള ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങില്ലെന്ന് ചൈന പറയുന്നു. അടിസ്ഥാനരഹിതമായ കാരണങ്ങളാലാണ് US തീരുവ ചുമത്തിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. US ഇറക്കുമതിക്ക് 34% പ്രതികാര തീരുവ ഏർപ്പെടുത്തിയ പ്രഖ്യാപനം പിൻവലിക്കാൻ ചൈനയ്ക്ക് ഒരു ദിവസത്തെ സാവകാശമാണ് US പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഈ സമയപരിധി പാലിച്ചില്ലെങ്കിൽ ഏപ്രിൽ 9 മുതൽ 50% അധിക തീരുവ ചൈനയ്ക്ക് ബാധകമാകുമെന്നും ട്രംപ് പറഞ്ഞു. സ്വന്തം അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെ പ്രതിനടപടികൾ സ്വീകരിക്കുമെന്നാണ് ചൈന ഇതിനു പിന്നാലെ വ്യക്തമാക്കിയത്. ചൈനീസ് വാണിജ്യ മന്ത്രാലയമാണ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത്. ചൈനയ്ക്കെതിരായ തീരുവ വർദ്ധിപ്പിക്കുമെന്ന US പക്ഷത്തിന്റെ ഭീഷണി ഒരു തെറ്റിനും മുകളിലെ മറ്റൊരു തെറ്റാണെന്നും ഇത് അമേരിക്കൻ പക്ഷത്തിന്റെ ഭീഷണിപ്പെടുത്തി കാര്യം നേടുന്ന സ്വഭാവം വീണ്ടും തുറന്നു കാട്ടുന്നുവെന്നും അവർ ആരോപിക്കുന്നു. അവരുടെ ഇഷ്ടത്തിന് വഴങ്ങണമെന്ന് US നിർബന്ധം പിടിച്ചാൽ ചൈന അവസാനം വരെ പോരാടുമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങൾക്കുള്ള ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള ഓഹരി വിപണിയിലെ കനത്ത നഷ്ടത്തിന് ഇടയിലാണ് പുതിയ സംഭവവികാസം. ചൈന നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവകൾക്ക് പുറമെ 34% അധിക തീരുവ കൂടി ചുമത്തിയതായി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമവിരുദ്ധമായ സബ്സിഡികൾ തുടങ്ങിയ അന്യായമായ വ്യാപാര രീതികൾ ചൈന സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. ഏതെങ്കിലും രാജ്യം US-നെതിരെ തിരിച്ചടിച്ചാൽ മുമ്പത്തേക്കാൾ ഉയർന്ന തീരുവകൾ നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 2-ന് ലിബറേഷൻ ഡേ എന്ന് പേരിട്ട പരിപാടിയിൽ വെച്ചാണ് ട്രംപ് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ മറുതീരുവ ചുമത്തുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. ചൈനയ്ക്ക് 34% തീരുവയാണ് നേരിടേണ്ടി വന്നത്. പകരമായി ഏപ്രിൽ 10 മുതൽ എല്ലാ US ഉൽപ്പന്നങ്ങൾക്കും 34% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൈനയും പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് വീണ്ടും ട്രംപിനെ പ്രകോപിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.